മഹാരാഷ്ട്രയിൽ ഉള്ളി ലേലം ബഹിഷ്കരിച്ച നാസിക്കിലെ കർഷകർ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു മൊത്തവിപണിയെ പ്രതിസന്ധിയിലാക്കിയ കർഷക രോഷം. മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷക സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മഹാരാഷ്ട്രയിൽ കർഷകരോടുള്ള കരുതലുകൾ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രമായി ചുരുങ്ങുകയാണ്. ഉള്ളിയുടെ ഏറ്റവും കുറഞ്ഞ കയറ്റുമതി വില എടുത്തുകളയാനും കയറ്റുമതി നികുതിയിൽ ഇളവ് നൽകാനും തെരഞ്ഞെടുപ്പിന് മുൻപാണ് മോദി സർക്കാർ തീരുമാനിച്ചത്. 40% നികുതി പകുതിയായി കുറച്ചെങ്കിലും ദുരിതങ്ങൾ തുടർക്കഥയാവുകയാണ്. ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിന് 20% നികുതിയാണ് നിലവിലുള്ളത്. എന്നാൽ വിപണിയിൽ ഉള്ളി വില കുറഞ്ഞതിനെ തുടർന്ന് കയറ്റുമതി നികുതി ഒഴിവാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആവശ്യത്തിലധികം ഉള്ളി വിപണിയിലെത്തുന്നത് കൊണ്ടാണ് ഉള്ളിക്ക് നല്ല വില ലഭിക്കാത്തതെന്ന് കർഷകർ പറയുന്നു. കയറ്റുമതി കുറഞ്ഞതോടെയാണ് കൂടുതൽ ഉള്ളി മൊത്തവിപണിയിൽ വരാൻ തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ ഉള്ളി കയറ്റുമതി നികുതി പിൻവലിച്ചാൽ ഇതിനൊരു പരിഹാരമാകും. കൂടുതൽ ഉള്ളി കയറ്റുമതി ചെയ്യുന്നതോടെ മൊത്തവിപണിയിൽ ഉള്ളിയുടെ വരവ് കുറയുകയും കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു നാസിക്കിലെ പ്രതിഷേധം. ഒരു മാസത്തിനിടയിൽ ഉള്ളി ലേലത്തിൽ പങ്കെടുക്കാത്ത കർഷകർ മാറി നിൽക്കുന്നത് ഇത് 3ാം തവണയാണ്. ലേലം തുടങ്ങുമ്പോൾ കിൻഡലിന് 1750 രൂപയായിരുന്നു ഉള്ളിവില. ഇതേ തുടർന്നാണ് കർഷകർ ലേലം ബഹിഷ്കരിച്ചത്. പിന്നീട് APMC ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് കർഷകർ ഉള്ളി വിൽക്കാൻ തയ്യാറായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മഹാരാഷ്ട്രയിലെ കർഷകർ. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.